ഏവർക്കും പ്രിയപ്പെട്ടതും കൊതിയൂർന്നതുമായ ബിരിയാണി ഒരു ഇന്ത്യൻ തനത് വിഭവമല്ല എന്ന കാര്യം അറിയില്ലേ? ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയ ശക്തികളാണ് അവരുടെ സംസ്കാരത്തിനോടൊപ്പം ആ രുചിക്കൂട്ടും നമുക്ക് നൽകിയത്. എന്നാൽ ആരാണ് ആ വിഭവം നമുക്ക് നൽകിയതെന്ന കാര്യത്തിൽ ഇന്നും ചില വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുഗളന്മാരാണോ, അറബികളാണോ, അല്ലെങ്കിൽ പേർഷ്യക്കാരോ? ആരാണ് നമുക്ക് ആദ്യം ബിരിയാണിയുടെ രുചി വിളമ്പിയത്? ഇന്ന് നോക്കുന്നത് ആ ചരിത്രമാണ്. അപ്പോൾ ബിരിയാണിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണ വിഭവമാണ് ബിരിയാണി. ബസ്മതി അരി, ജീരകശാല അരി എന്തുകൊണ്ടും ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇറച്ചി, പച്ചക്കറികൾ, തൈര് എന്നിവയുടെ മിശ്രിതമാണ് ഈ വിഭവം. ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, മല്ലിയില എന്നിവയാണ് ബിരിയാണിയിൽ പൊതുവെ ചേർക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ. നെയ്യ്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, തൈര് എന്നിവയും പ്രധാന ചേരുവകളാണ്. കുങ്കുമപ്പൂവും നിറത്തിനായി പലരും ചേർക്കാറുണ്ട്. എല്ലാം ചേർന്ന് വരുന്ന ആ ഗന്ധം, ഹോ, എന്താണല്ലേ! ഭാരതത്തിൽ പ്രചാരമുള്ള ബിരിയാണികളെല്ലാം തന്നെ ചില പ്രദേശങ്ങളുടെ പേര് ചേർത്താണ് അറിയപ്പെടുന്നത്. ഇവ പണ്ടുകാലം മുതൽ തന്നെ അവിടുത്തെ പാരമ്പര്യമായ പാചക രീതിയിലൂടെയും രുചിക്കൂട്ടുകളുടെ മികവിലൂടെയും പ്രസിദ്ധമായവയാണ്. ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയുടെ പേരിലും പ്രസിദ്ധമായ ബിരിയാണികളുണ്ട്. ബിരിയാണി അറിയപ്പെടുന്ന പേരിൽ തന്നെ അവ ഏതു ദേശത്തു നിന്നുള്ളതാണെന്ന് വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ തന്നെ മലബാർ ബിരിയാണി എന്നും, തലശ്ശേരി ബിരിയാണി എന്നും, കോഴിക്കോട് ബിരിയാണി എന്നും ഒക്കെയുള്ള പേരുകളുണ്ട് അല്ലെ? ഇന്ന് പലതരത്തിലുള്ള ബിരിയാണികളും നമുക്ക് ലഭ്യമാണ്. ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, വെജ് ബിരിയാണി, ബീഫ് ബിരിയാണി, മുട്ട ബിരിയാണി, പ്രോൺസ് ബിരിയാണി എന്നിങ്ങനെ നീളുകയാണ് ആ ലിസ്റ്റ്. ഇതിനു പുറമെ പ്രാദേശികമായ പേരിലും ഇന്ത്യൻ ബിരിയാണികൾ പ്രശസ്തരാണ്. ഹൈദരാബാദ് ബിരിയാണി, ഭുന ഗോഷ്ത് ബിരിയാണി, സിന്ധി ബിരിയാണി, കച്ചി ബിരിയാണി, റാവുത്തർ ബിരിയാണി, ഗുബോലി ഗാസ ബിരിയാണി, കല്യാണി ബിരിയാണി എന്നിങ്ങനെ പല ബിരിയാണികളും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൽ ഏത് ബിരിയാണിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ബിരിയാണിയുടെ ചരിത്രത്തിലേക്ക് വരാം. നിരവധി കടന്നുകയറ്റങ്ങൾക്കും പുതിയ ഭരണാധികാരികൾക്കും അവരുടെ സംസ്കാരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇവ ഓരോന്നിലൂടെയും വ്യത്യസ്ത സംസ്കാരവും പുതിയ രുചികളും ഇന്ത്യയെ പരിചയപ്പെടുത്തി. തുർക്കിക്കാർ, അറബികൾ, പേർഷ്യക്കാർ, അഫ്ഗാനികൾ തുടങ്ങിയ മുസ്ലിം അധിനിവേശക്കാർ ഇന്ത്യയിൽ വിവിധ വിരുന്നുകളുടെ സംസ്കാരം അവതരിപ്പിച്ചു. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ മുഗളന്മാരുടെ ഭരണകാലത്ത് ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ് മുഗളെ എന്ന പാചകരീതി. മുഗളന്മാർ പാചകം എന്നതിനെ ഒരു കലാരൂപത്തിലേക്ക് ഉയർത്തുകയായിരുന്നു. ബിരിയാണി, പിലാഫ്, കബാബുകൾ തുടങ്ങി നിരവധി പാചകക്കുറിപ്പുകൾ ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിരിയാണി ജനിക്കുന്നത്. ഏവരുടെയും പ്രിയപ്പെട്ട ബിരിയാണിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. വറുത്തത്, പൊരിച്ചത് എന്നൊക്കെ അർത്ഥമുള്ള ബെറിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന പേര് ലഭിച്ചത്. ബിരിയാണി എന്നും ഇതിനെ പറയുന്നുണ്ട്. എന്ന് വെച്ച് ബിരിയാണി ഒരു പേർഷ്യക്കാരനാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ബിരിയാണി എങ്ങനെ ഇന്ത്യയിലെത്തി എന്നതിനെ കുറിച്ച് ധാരാളം കഥകൾ പ്രചാരത്തിലുണ്ട്. പുരാതന ദില്ലി സാമ്രാജ്യത്തെ മുസ്ലിം രാജവംശമായ മുഗളന്മാർ, ലക്നൗ ചക്രവർത്തിമാർ എന്നിവരാണ് ഇന്ത്യയിൽ ബിരിയാണി ആദ്യമായി ഉണ്ടാക്കിയത് എന്നാണ് ചില ചരിത്രകാരന്മാരുടെ വാദം. എന്നാൽ ടിമൂറിന്റെ കടന്നുകയറ്റ സമയത്താണ് ബിരിയാണി ഇന്ത്യയിൽ എത്തിയതെന്നും മറ്റൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. ഹൈദരാബാദിൽ നിസാമിന്റെ ഭരണകാലത്താണ് ബിരിയാണിയുടെ ഉത്ഭവമെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. മറ്റു ചില ചരിത്രകാരന്മാർ പറയുന്നത് പേർഷ്യയിൽ ഉണ്ടായിരുന്ന പുലാവ് എന്ന ഭക്ഷണം മുഗളന്മാർ മാറ്റം വരുത്തി ബിരിയാണി ആക്കി എന്നാണ്. ഇന്ത്യയിൽ മുഗൾ ആക്രമണത്തിന് മുൻപ് സമാനമായ മറ്റ് അരി വിഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ ചരിത്രപരമായ ചില തെളിവുകളുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഓൺ സോറു എന്നറിയപ്പെടുന്ന ഒരു അരി വിഭവത്തെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അരി, നെയ്യ്, മാംസം, മഞ്ഞൾ, മല്ലി, കുരുമുളക്, ബേ ഇല എന്നിവ ചേർന്നതാണ് ഓൺ സോറു തയ്യാറാക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ബിരിയാണി ഈ നാട്ടുകാരൻ തന്നെയാണ്. ബിരിയാണി എന്ന പുസ്തകം എഴുതിയ പ്രതിഭാകരൻ പറയുന്നതനുസരിച്ച് അറബ് വ്യാപാരികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കൊണ്ടുവന്ന പിലാഫിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ബിരിയാണി എന്നാണ്. ബിരിയാണി വൈവിധ്യത്തെയും അതിൻ്റെ ചരിത്രത്തെയും കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് ബിരിയാണി. ഉത്തരേന്ത്യയിൽ ബിരിയാണി എത്തിയത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ദക്ഷിണേന്ത്യയിലേക്ക് ബിരിയാണി വന്നതിനെ ചൊല്ലിയും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംഘസാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഊഞ്ചോരു എന്ന വിഭവം BC 200-നും CE 200-നും ഇടയിൽ ആധുനിക ബിരിയാണിയുടെ മുൻഗാമിയാണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. കേരളത്തിലെ ചേര രാജാക്കന്മാരുടെ പടയാളികൾക്ക് വിളമ്പിയിരുന്ന ഈ വിഭവം അരി, നെയ്യ്, മാംസം, മഞ്ഞൾ, മല്ലി, കുരുമുളക്, കായം എന്നിവ കൊണ്ടുണ്ടാക്കിയതാണെന്നും പറയപ്പെടുന്നു. മലബാറിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജന കൂട്ടുകളാണ് ദക്ഷിണേന്ത്യൻ ബിരിയാണികൾക്ക് രുചി നൽകുന്നത്. ദക്ഷിണേന്ത്യൻ ബിരിയാണിയുടെ തനതായ പാചക പാരമ്പര്യവും പ്രാദേശിക ചേരുവകളും അടിവരയിടുന്ന ഈ മസാലകൾ മിഡിൽ ഈസ്റ്റിലോ പേർഷ്യയിലോ ഉത്തരേന്ത്യയിലോ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ എങ്ങനെ ബിരിയാണി എത്തിയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കച്ചവടം നടത്തുന്നതിനായി എത്തിയ അറബ് വംശജരിലേക്കും അവരുടെ ഭക്ഷണ പാരമ്പര്യത്തിലേക്കുമാണ് കൊണ്ടെത്തിക്കുന്നത്. കച്ചവടത്തിനായി കടൽ കടന്നു വന്ന വിദേശികളും മൈസൂർ പടയോട്ട കാലത്ത് വന്ന മുഗളന്മാരും ഈ ഭക്ഷണ വൈവിധ്യത്തിന് രൂപം കൊടുത്തു എന്നു തന്നെയാണ് പരക്കെയുള്ള വിശ്വാസം.
രുചികരമായ ബിരിയാണി വിഭവത്തിന്റെ ഉത്ഭവം ഏതു ദേശമായാലും അത് ഇന്ന് ലോകത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ്. എല്ലാ ഭക്ഷണ കൊതിയന്മാരെയും തന്റെ സുഗന്ധത്തിന്റെ മായാപ്രപഞ്ചത്തിൽ തടവിലിട്ട മറ്റേത് ഭക്ഷണമാണല്ലേ ഇന്നുള്ളത്? ഈ രുചിപ്പെരുമയിലാണ് പലതരത്തിലുള്ള ബിരിയാണികൾ ജനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെപ്പോലെ ബിരിയാണിയെ സ്നേഹിക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായവും കമന്റിൽ രേഖപ്പെടുത്തൂ.